ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു സ്കിൻ കെയർ വീഡിയോ എന്ന് പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ ഈ പിഗ്മെൻറ്റേഷൻ മാർക്ക് കാര്യങ്ങൾ, പിന്നെ ആക്നേസ്, പിന്നെന്താണ് ഈ കരിമംഗല്യം വന്ന പാടുകൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ ഫേസിൽ സൺ ടാൻ അടിച്ച് കരിവാളിച്ച് ആകെ മൊത്തത്തിൽ ഫേസ് ഒന്ന് ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവർക്കാണെങ്കിലും കിട്ടുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. സംഭവം നിങ്ങൾ തമ്മിൽ മിക്കവാറും കണ്ടിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പേരും കാര്യങ്ങളൊക്കെ. സാധനം ഇതാണ്, നാൽപ്പാമരാതി കേര തൈലം എന്നാണ് പറയുന്നത്. നാൽപ്പാമരാതി വെളിച്ചെണ്ണ എന്ന് പറയും. ഓക്കെ, ഇത് വന്നിട്ട് കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയുടെ പ്രൊഡക്റ്റാണ്. ഞാൻ അവിടെ വന്നിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 200 ml വന്നിട്ട് 150 രൂപയാണ് കേട്ടോ വരുന്നത്. 200 ml 150 രൂപയാണ് ഞാൻ വാങ്ങിയ ടൈമിൽ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല, ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. പക്ഷേ ഞാനൊരു 3-4 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണിത്. എനിക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാര്യം ഞാനൊരു ലോക്ക്ഡൗൺ ടൈമിൽ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് എനിക്ക് ആ ടൈമിൽ ടിക്ടോക്ക് വീഡിയോസൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ, സ്റ്റാർട്ടിങ് ലോക്ക്ഡൗൺ ടൈമാണ്. അതന്നെ ലോക്ക്ഡൗൺ ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടൈമിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ടൈമാണ്. അപ്പോൾ ഞാനിത് ശരിക്കും ആദ്യമായിട്ട് ഞാനിത് കാണുന്നത് ഇതിനെക്കുറിച്ച്. ഇത് മാത്രം പോരാ, നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടി വേണം. അപ്പം ഇതെങ്ങനെ സ്കിന്നിന് ഇതാകുന്നതെന്നൊക്കെ ഉള്ളത് ഞാനിതറിഞ്ഞത് വേറൊരു ടിക്ടോക്ക്, അതായത് ടിക്ടോക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ടിക്ടോക്കിൽ ഒരു ചേച്ചി ചെയ്തത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഓർത്തു. അപ്പോൾ ഞാനിത് അതിന് ശേഷം ഞാൻ പിന്നെ ഇത് ഫുള്ളായിട്ട് എൻ്റെ ലൈഫിലേക്ക് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് അടിപൊളിയാൻ തോന്നിയപ്പോൾ ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മാത്രം പോരെ, നമ്മുടെ കൂടെ ഇതിൻ്റെ കൂടെ വേറൊരു ഐറ്റം കൂടി വേണം. അത് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടിയിട്ട് വേഗം തന്നെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഓക്കെ, നമുക്ക് ഇതിലോട്ട് വരാം. ഇപ്പം നാൽപ്പാമരാതി കേരതൈലം ഇല്ലാന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതി വെളിച്ചെണ്ണ. ഇതിൽ ഒത്തിരി ആയുർവേദിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് ഒത്തിരി അടിപൊളിയായിട്ടുള്ള സ്കിൻ വൈറ്റൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ലൈറ്റനപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിനുള്ളിൽ ഈ എണ്ണയിൽ വന്നിട്ട് ഈ എണ്ണ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട്, നമ്മുടെ സ്കിന്നിലുള്ള ഇച്ച്നെസ് പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനോടൊപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വെളുത്ത് തുടുത്തങ്ങ് പാറും എന്നൊന്നുമല്ല കേട്ടോ. ഭയങ്കരമായിട്ട് വെളുത്ത് തുടുത്തങ്ങ് പാറി മറ്റേ കൊക്കിനെ പോലെ ഇരിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കരിവാളി പഠിച്ച് നമ്മുടെ ഈ സൺടാൻ അടിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒത്തിരി വന്നിട്ട് ഫേസിൽ കുരുക്കളും കാര്യങ്ങളും ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പാടുകളൊക്കെ ഉള്ളവർക്ക്, അലർജി ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഉള്ളവർക്ക് മാറാനായിട്ടൊരു അടിപൊളി ഐറ്റമാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഐറ്റം കൂടി യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ, നല്ലൊരു എഫക്റ്റ്, ഭയങ്കര ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ്, നമുക്ക് ഒരു വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ നമ്മുടെ ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണയും കൂടി എങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. നമുക്ക് ജസ്റ്റ് ഞാൻ അങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ ആവശ്യത്തിൻ്റെ ടൈമിൽ ഞാൻ എടുത്തിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യാറ്. നമുക്ക് ഫേസിലേക്കും ഇത് അപ്ലൈ ചെയ്യാം, നമ്മുടെ ബോഡിയിലേക്കും നമുക്ക് സ്കിന്നിലേക്കൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കാലിൽ, കൈയിൽ ഒക്കെ വേണമെങ്കിലും കഴുത്തിലേക്ക് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ആ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് നമുക്ക് എന്തോരമാണ് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഓയിൽ എടുക്കുക. ഇതിനകത്ത് നിന്ന് ഓയിൽ എടുത്തിട്ട് വേറൊരു ബൗളിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലേക്കോ മാറ്റുക. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് വന്നിട്ട് നമ്മൾ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. ഒരു ടൈമിലേക്ക് ഒരു നേരം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണം മതി. അതായത് ഈ ഒരു ക്യാപ്സ്യൂൾ എടുക്കുക. ഇത് എടുത്തതിന് ശേഷം ഈ ഓയിലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്യുക.
നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾക്ക് ഫേസ് ആണോ ബോഡിക്കാണോ ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ വന്നിട്ട് ഫേസും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക, ലൈറ്റായിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം വന്നിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് അങ്ങനെ വിട്ടേക്കുക. അത് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയി അതിന് ശേഷം വന്നിട്ട് നിങ്ങളുടെ ഫേസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് വാഷും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിന് ശേഷം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു വർക്കിലേക്ക് നിങ്ങൾക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്നത് വന്നിട്ട് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുന്നേ യൂസ് ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മഞ്ഞ കളറുണ്ട്. കാര്യം ഇതിൽ നല്ല രീതിക്ക് നമ്മുടെ വരട്ട മഞ്ഞൾ കാര്യങ്ങളൊക്കെ ഇത് അടങ്ങുന്നതാണ്, മഞ്ഞൾ അടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞ കളറുണ്ട്. നമ്മളുടെ ഡ്രസ്സിലും ഒക്കെ ആവും. പക്ഷേ ഇത് ഇപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ സ്കിന്നിലൊക്കെ ഈ മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ ഇത് പോകുമോ, വാഷ് ചെയ്യുമ്പോൾ പോകുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ അങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വേണ്ട, ഡൗട്ടൊന്നും വേണ്ട. നമ്മുടെ സ്കിന്നിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഈ മഞ്ഞ കളർ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിലേക്കോ ഫേസിലേക്കോ ഉണ്ടാകത്തില്ല. നമുക്കതെല്ലാം മാറിയിട്ടുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ ഡ്രസ്സിലേക്ക് ആയിക്കഴിഞ്ഞാൽ പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നല്ല ഡ്രസ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് ഇട്ടിരിക്കുന്ന ടൈമിൽ വന്നിട്ട് ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക. അത് മാക്സിമം ശ്രദ്ധിക്കുക. മാക്സിമം കുളിക്കാൻ പോകുന്നതിന് മുന്നേ വന്നിട്ട് യൂസ് ചെയ്യുക. ദേഹത്തൊക്കെ പുരട്ടുന്നവരാണ്, താല്പര്യമുള്ളവരാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ വന്നിട്ട് കുളിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാം. അപ്പം ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പിന്നെ ഇതിൽ ഒത്തിരി മെയിനായിട്ടുള്ള പറയാന്ന് വെച്ചാൽ ഒത്തിരി ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഒത്തിരി നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ലൈറ്റനപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്കൊന്ന് ലൈറ്റൻ ആക്കും. നമ്മുടെ ഷെയ്ഡ് 1-2 ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇത് വന്നിട്ട് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് അങ്ങനെയുള്ള, അതായത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞു കുട്ടികൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും എല്ലാം തന്നെ ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ്. അവർക്കും യൂസ് ചെയ്യാം. അതുകൊണ്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒന്നും വേണ്ട. അവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എങ്കിലും ഞാൻ പറയും, നിങ്ങൾ എന്ത് സാധനം യൂസ് ചെയ്താലും, പുതുതായിട്ട് എന്തൊരു സാധനം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്താലും, യൂസ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് ജസ്റ്റ് ഒരു നമ്മുടെ ചെവിയുടെ ബാക്കിലോ എവിടെയെങ്കിലും ആയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ചിലരുടെ ബോഡി ചിലപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ചിലർ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതിൽ സൈഡ് എഫക്ട്സും അങ്ങനെയുള്ള അലർജി പരമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇച്ചിനെസ് വരെ നമുക്ക് മാറി കുഞ്ഞു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യുന്നതാണ്. എങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഫേസിൽ ഒത്തിരി പിമ്പിൾസ് വന്നിട്ട് പിമ്പിൾസ് ഇപ്പോഴും നിലവിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഫേസിൽ ജസ്റ്റ് മസാജ് ചെയ്തിട്ട് ഫേസിൽ ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നല്ല രീതിക്ക് ഒരു ലൈറ്റായിട്ട്, ഒത്തിരി അങ്ങല്ല, ഒരു ലൈറ്റായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട. കാര്യം ഒത്തിരി പിമ്പിൾസ് ഉള്ളവർക്ക് കേട്ടോ, പിമ്പിൾസ് മാറാൻ ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എങ്കിൽ പോലും ഇത് ഓയിലി ആയതുകൊണ്ട് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും ചേർക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരു 15 മിനിറ്റ്സ്, ഒത്തിരി പിമ്പിൾസ് ഉള്ളവർ വന്നിട്ട് ഒരു 15 മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. അല്ലാതെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാർക്സും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നുള്ള, അതായത് ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ പോകാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫേസിൽ മറ്റ് കുരുക്കളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇതൊരു 10 മിനിറ്റ്സോളം മസാജ്, ഒരു 15 മിനിറ്റ്സ് 10 മിനിറ്റ്സ് വന്നിട്ട് നല്ല രീതിക്ക് ഒരു മസാജ് കൊടുത്തതിന് ശേഷം വന്നിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങളുടെ ഫേസിൽ വെച്ചതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു പ്രശ്നവും ഇല്ല. പ്രത്യേകിച്ച് അലർജി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിലോട്ട് കമൻറ്റ് ചെയ്തോളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന ടൈമിൽ വന്നിട്ട് ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. പിന്നെ എന്താ പറയാനായിട്ട്, ഞാൻ കൂടുതൽ വീഡിയോയിലോട്ടൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം വീഡിയോ ലാഗാകണ്ട, നിങ്ങൾക്ക് ബോറടിക്കണ്ട എന്നൊക്കെ ഓർത്തിട്ടാണ് പറയാത്തത്. പിന്നെ കുറേ ആൾക്കാർ പറയും, ചേച്ചി ഇതൊന്ന് ചുരുക്കി പറഞ്ഞോ, കാര്യം മനസ്സിലാകത്തില്ലേ എന്നൊക്കെയുള്ള രീതിക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾ സ്കിപ്പടിച്ച് കാണാറുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യം മിസ്സ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടും ഞാൻ എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷമായിട്ടും താഴത്ത് കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ഡൗട്ട് ചോദിക്കാൻ തരത്തിലുള്ളൊരു അത്രയും ഡൗട്ട് വരുന്ന രീതിക്ക് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്
നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാക്സിമം നോക്കുന്നത്. പക്ഷേ ആ ടൈമിൽ കുറച്ച് നമ്മുടെ വീഡിയോ ചിലപ്പോൾ ലെങ്ത് ആയി പോവും. അപ്പോൾ ചില ആൾക്കാർക്ക് അത് ബോറടിക്കും, കുറച്ച് ഷോർട്ടാക്കി പറയാൻ എന്നുള്ള രീതിക്കൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇത് കണക്കിലെടുത്ത് അവരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ച് എന്നാൽ അത്യാവശ്യം ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്തോളൂ. പിന്നെന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് കയറി കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴത്ത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. മിക്ക ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. പിന്നെ ഞാനിത് ഫേസിൽ പരട്ടി കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും യൂസ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പം, അതായത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ എടുത്തിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്തതിൻ്റെ പ്രശ്നം വെച്ച് ഞാൻ പറയുന്നത് ഇത് മഞ്ഞളാണ്, എൻ്റെ ഡ്രസ്സിലൊക്കെ ആവും. അതുകൊണ്ടാണ് ഞാൻ കുളിക്കുന്ന ടൈമിൽ മാത്രമാണ് ഇത് പുരട്ടുന്നത്. നിങ്ങൾക്ക് വീഡിയോ വേണം, അപ്ലൈ ചെയ്യുന്ന വീഡിയോ വേണം, എങ്കിലേ നിങ്ങൾക്ക് വിശ്വാസം ആകുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് അത് കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് ഞാൻ ഷോർട്സിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.